ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസത്തെ വാട്ടിനെ പറ്റിയുള്ള ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇന്ന് മറ്റൊരു സയൻറ്റിസ്റ്റിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. 1859 അമേരിക്കയിലെ മിലാനിലെ ട്രാൻഹൂരൻ റെയിൽവേ സ്റ്റേഷനിൽ പത്രം വിറ്റ് നടന്നൊരു പയ്യനുണ്ട്. ആ പയ്യൻ ഇന്ന് ലോകം അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായി മാറി. ഈ പത്രക്കാരൻ പയ്യൻ പിന്നീട് ലോകത്തിന് വെളിച്ചം നൽകുന്ന ആളായി മാറി. ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് ഇദ്ദേഹം കണ്ടുപിടിച്ച ഈ വസ്തു. മനുഷ്യ ജീവിതത്തെ മാറ്റിമറിച്ച ഒട്ടേറെ കണ്ടെത്തലുകൾ നടത്തിയ തോമസ് ആൽവ എഡിസൺ ഫോണോഗ്രാഫ്, ചലച്ചിത്ര ക്യാമറ, വൈദ്യുതി ബൾബ് തുടങ്ങി ലോകത്തെമ്പാടുമുള്ള ജീവിതങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിൽ ശ്രേഷ്ഠമായ കണ്ടെത്തലുകളാണ് അദ്ദേഹം നടത്തിയത്. 1093 അമേരിക്കൻ പേറ്റന്റുകളും കൂടാതെ UK-യിലെയും ഫ്രാൻസിലെയും ജർമ്മനിയിലെയും പേറ്റന്റുകളും എഡിസന്റെ പേരിലുള്ളതാണ്. 1877-78 സമയത്ത് എഡിസൺ കാർബൺ മൈക്രോഫോൺ നിർമ്മിച്ചു. 1980-കൾ വരെ ബെൽ റിസീവറിനൊപ്പം ഇത് ഉപയോഗിച്ചു പോന്നു. വിവിധ തരത്തിലെ പരീക്ഷണങ്ങൾക്ക് ശേഷം കാർബൺ ഫിലമെന്റുകൾ തുടങ്ങി പ്ലാറ്റിനവും മറ്റു ലോഹങ്ങളിലും പരീക്ഷിച്ച എഡിസൺ വീണ്ടും തിരിച്ച് കാർബണിലേക്ക് തന്നെ മടങ്ങി വന്നു. 1879 ഒക്ടോബർ 22-നായിരുന്നു ആദ്യത്തെ വിജയകരമായ അദ്ദേഹത്തിൻ്റെ പരീക്ഷണം. അത് 13.5 മണിക്കൂർ നീണ്ടുനിന്ന പരീക്ഷണമായിരുന്നു. എഡിസൺ തൻ്റെ ഡിസൈൻ വിപുലീകരിക്കുകയും 1879 നവംബർ 4-ന് US പേറ്റന്റിലേക്ക് പേര് രേഖപ്പെടുത്തുകയും ചെയ്തു. ലോകത്തിലെ ആദ്യത്തെ എക്സ്ട്രാ വികിരണങ്ങൾ കൊണ്ട് റേഡിയോഗ്രാഫുകൾ എടുക്കാൻ കഴിയുന്ന ഫ്ലൂറോസ്കോപ്പ് നിർമ്മിച്ചതിൻ്റെ പേരിലും എഡിസൺ വളരെയധികം പ്രശസ്തനാണ്. വിൽഹം റോയിൻ അതിൻ്റെ സ്ക്രീനിങ്ങിനായി ഉപയോഗിച്ചിരുന്ന ബേരിയം പ്ലാറ്റിനോയിസൈഡിന് പകരം എഡിസൺ തന്നെ കൂടുതൽ വെളിച്ചമുള്ള ചിത്രം ലഭിക്കുന്നതിനായി കാൽഷ്യം ടക്നൈസ്ഡ് ഫ്ലൂറോസ്കോപ്പി സ്ക്രീൻ കണ്ടെത്തി. എന്നാൽ ഈ ടെക്നോളജി കൊണ്ട് നന്നായി മങ്ങിയ ചിത്രങ്ങൾ മാത്രമേ എടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഫ്ലോറോസ്കോപ്പിൻ്റെ ഈ അടിസ്ഥാന സിദ്ധാന്തം ഇപ്പോഴും ഉപയോഗിച്ചു പോരുന്നു. എന്നാൽ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി നടത്തിയ പരീക്ഷണങ്ങളിൽ ഒന്നിൽ നിന്ന് തനിക്ക് പറ്റിയ കണ്ണിലെ പോറലും തൻ്റെ സഹായിയായ ക്ലാറൻസ് ഡാലിക്ക് പറ്റിയ മുറിവിനാലും അദ്ദേഹം ഈ പരീക്ഷണത്തെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്ന ഡാലി സ്വന്തമായി ഈ പരീക്ഷണത്തിനൊരു ഗിന്നിപ്പന്നിയെ വിധേയനാക്കുകയും ഈ സാങ്കേതിക വിദ്യയിൽ നിന്ന് വളരെ അപകടകരമായ റേഡിയേഷനുകൾ പുറത്തു വരുന്നതായി മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് ഈ വികിരണങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം മരിച്ചത്. ഇതെല്ലാം എഡിസന്റെ ജീവിതത്തിൽ നീറുന്ന ഓർമ്മകളായി തുടർന്നു. 1903 ഒരു അഭിമുഖത്തിനിടെ എഡിസൺ അമ്പരപ്പോടെ പറഞ്ഞു, എന്നോട് എക്സ്റേ പറ്റി സംസാരിക്കരുത്, എനിക്ക് എക്സ്റേ പേടിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പരീക്ഷണങ്ങളെല്ലാം ആദ്യം പരാജയമായിരുന്നുവെങ്കിലും പിന്നീടുമാണ്. നമുക്കിനി എഡിസന്റെ കുറച്ച് നേട്ടങ്ങൾ കണ്ടാലോ? 1874 ഒരേ സമയം 2 സന്ദേശങ്ങൾ അയക്കാൻ കഴിയുന്ന പുതിയൊരു ടെലിഗ്രാഫ് യന്ത്രം അദ്ദേഹം കണ്ടുപിടിക്കുന്നു. 1877 ടെലിഫോൺ ട്രാൻസ്മീറ്ററിനുള്ള പരീക്ഷണങ്ങൾ ആരംഭിക്കുന്നു. 1877 ഡിസംബറിൽ ഫോണോഗ്രാഫ് നിർമ്മിച്ചു. 1878 ഇലക്ട്രിക് ബൾബിനായും വൈദ്യുതി വിതരണ നിയന്ത്രണത്തിനായുമുള്ള പരീക്ഷണങ്ങൾ ആരംഭിക്കുന്നു. അനേകം മണിക്കൂർ അടുപ്പിച്ച് കത്തുന്ന ഫിലമെന്റ് നിർമ്മിക്കുന്നതിൽ അന്ന് വിജയം കണ്ടു. 1879 മെൻലോ പാർക്കിൽ ഇലക്ട്രിക്കൽ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കുന്നു. 1899 അതായത് നമ്മുടെ ഈ നൂറ്റാണ്ടിലുള്ള ഇലക്ട്രിക് കാറിൻ്റെ ബാറ്ററികൾ നിർമ്മിക്കുന്നതിനുള്ള ഗവേഷണം അദ്ദേഹം 1899 തന്നെ കണ്ടുപിടിച്ചു. അതായത് ഇലക്ട്രിക് കാറിന് വേണ്ടിയുള്ള ബാറ്ററികൾ നിർമ്മിക്കുന്ന പരീക്ഷണങ്ങളിൽ അദ്ദേഹം മുഴുകുകയും ആ പരീക്ഷണങ്ങളെല്ലാം വിജയിക്കുകയും ചെയ്തു. 1888 ഇരുമ്പഴിയിൽ നിന്നും ഇരുമ്പ് വേർതിരിച്ചെടുക്കാനുള്ള ഒരു കമ്പനി അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ അദ്ദേഹം ആരംഭിച്ചു. എഡിസന്റെ ചരിത്രം കൂട്ടുകാർക്ക് ഇഷ്ടമായോ? അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു ശാസ്ത്രജ്ഞന്റെ വിശേഷവുമായി കാണാം. ബൈ ബൈ.